ഹായ്, വെൽക്കം ടു മാറ്റ്നി ലൈവ് ബോക്സ് ഓഫീസ്. ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജിനു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത് ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്യുന്ന മലയാളത്തിൻ്റെ സ്വന്തം സൂപ്പർ ഹീറോ ടൊവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു ദുരൂഹ മരണവും അത് അന്വേഷിച്ചെത്തുന്ന ഒരു പോലീസ് ഓഫീസറെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു 80s 90s കാലഘട്ടത്തിലൊരു സിനിമയാണ്. അതിൻ്റെ സസ്പെൻസ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഫെബ്രുവരി 9 പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ ആണ്. തണ്ണീർമത്തന്തരങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ ഹിറ്റ് മൂവികൾക്ക് ശേഷം AD ഗിരീഷ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രൈമലു. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അജ്മൽ സാബുവാണ്. നസ്ലീനും അമിതാഭ് ബച്ചനും ലീഡൻ റോൾസിലെത്തുന്ന ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ മീനാക്ഷി രവീന്ദ്രൻ, അഖില ഭാർഗവൻ, മാത്യൂസ് തുടങ്ങിയ ഒരു യുവതാരനിര തന്നെയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കിതൊരു ലവ് കോമഡി എൻ്റർടൈനർ ആണെന്ന് മനസ്സിലാകും. എന്തായാലും ധാരാളം ഫൺ എലമെൻറ്റ്സ് ഉള്ള ഈ മൂവി ഫെബ്രുവരി 9 റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഒരു എലിയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രസകരമായ സംഭവങ്ങളും കോർത്തിണക്കി അനീഷ് ഉദയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജെറി. നൈജൽ സി മാനുവലാണ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കോട്ടയം നസീർ, പ്രമോദ് വെളിയനാട്, കുമാർ സേതു തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ രസകരമായി എടുത്തിരിക്കുന്ന ഈ ചിത്രം ഫെബ്രുവരി 9 റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ബോക്സ് ഓഫീസ് കോമ്പറ്റീഷൻ്റെ കാര്യം ആരും മറക്കണ്ട. ഈ ആഴ്ച പറഞ്ഞ ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ നിങ്ങൾ ബോക്സ് ഓഫീസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് നിങ്ങൾ കാണാത്തൊരു സിനിമയുടെ ടിക്കറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ബോക്സ് ഓഫീസിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VJ അനന്തു സൈനിങ് ഓഫ്.